സമൂഹം എന്ന വിശാലമായ വ്യൂഹത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ അതിൻ്റെ ഉപവ്യൂഹമായ കുടുംബം, വ്യക്തി എന്നിവർ എങ്ങനെയാണ് ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ വ്യക്തി മനസ്സായാലും സമൂഹ മനസ്സായാലും പ്രാകൃതമായ അവസ്ഥയിൽ നിന്ന് സംസ്കൃതമായ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടവരാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രാകൃതത്വം എന്ന് പറയുന്നത് പ്രകൃതിയുടേതായ ഒരവസ്ഥ എന്നുള്ളതാണ്. എങ്ങനെയാണോ ഒരു പ്രകൃതി, മനുഷ്യപ്രകൃതി എങ്ങനെയാണ് സർവ്വസ്വാതന്ത്ര്യങ്ങളോടും കൂടിയിട്ട് ജീവിച്ചിരുന്ന അവസ്ഥയാണ് പ്രാകൃതത്വം എന്ന് പറയുന്നത്. പ്രകൃതം എങ്ങനെയാണോ അതുപോലെ ആ പ്രാകൃതമായ അവസ്ഥയിൽ നിന്നാണ് ലക്ഷോപലക്ഷം വർഷങ്ങളിലൂടെ മനുഷ്യൻ സംസ്കൃതരായി മാറുന്നത്, സംസ്കാരത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഓരോ ദേശത്തിനും ഓരോ ദേശത്തിൻ്റെതായ സംസ്കാരമുണ്ട്. കേരളീയർക്ക് കേരളീയരുടേതായ സംസ്കാരമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക് ആ ജനത നിഷ്കർഷിക്കുന്ന അവർ മെനഞ്ഞെടുത്തൊരു സംസ്കാരത്തിൻ്റെ ഒരു ചുറ്റുവട്ടം അതിനുണ്ടായിരിക്കും. ആ ചുറ്റുവട്ടത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ആ സമൂഹത്തെ ജീവിക്കുവാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമായ ചട്ടക്കൂടുകളുണ്ട്, നിയമങ്ങളുണ്ട്, നിർബന്ധങ്ങളും രീതികളും ഉണ്ട്. അപ്പോൾ പ്രാകൃതരായ സർവസ്വതന്ത്രരായ മനുഷ്യർ സംസ്കൃതരായി മാറിയതോടുകൂടി സ്വാതന്ത്ര്യത്തിൽ നിന്ന് പാരതന്ത്ര്യത്തിലേക്കാണ് സംസ്കാരം നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പാരതന്ത്ര്യത്തിലേക്ക് എത്തപ്പെടുന്ന മനുഷ്യൻ സ്വാഭാവികമായും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജീവിക്കുന്നു. മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ജീവിതത്തിൽ സാധ്യമല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നിരന്തരം നമ്മളിപ്പോൾ അറിയാം, ഒരു ചെറിയ കുട്ടി വളരുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ എന്തൊക്കെ അത് തുടരുത്, ഇതെടുക്കരുത്, അങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത് എന്നൊക്കെ നമ്മൾ ശാസിച്ചുകൊണ്ട് നിർബന്ധിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ചെറുപ്പകാലം തൊട്ടേ ചെയ്യരുത് എന്ന് പറയുന്ന നിർബന്ധങ്ങൾ ഒരർത്ഥത്തിൽ അടിച്ചമർത്തപ്പെടലുകളായി മനുഷ്യ മനസ്സിൽ ബാക്കിയാവുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളാണ് ചെറുപ്പകാലം തൊട്ടേ മനുഷ്യരുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടു പോകുന്നത്. വലുതാകുമ്പോൾ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ മാറുകയും, പ്രത്യേകിച്ച് ഫ്രോയിഡൊക്കെ പറയുന്നത് ലൈംഗിക ചിന്തകൾ നമ്മളെ എത്രമാത്രം അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ടീനേജ് കാലഘട്ടത്തിലായാലും പിന്നീടുള്ള കാലഘട്ടത്തിലായാലും ഒക്കെ ആഗ്രഹങ്ങളെ മനുഷ്യ മനസ്സ് അടിച്ചമർത്തി വയ്ക്കേണ്ടി വരുന്നു. പുറമേ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പുറമേ കാണിക്കുന്നത് സമൂഹത്തിനോ സംസ്കാരത്തിനോ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് സാമൂഹികമായ അംഗീകാരം ലഭിക്കാത്ത പെരുമാറ്റച്ചട്ടങ്ങളെ സമൂഹം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥമായ മനുഷ്യരുടെ ആഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവരാനാവാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിച്ചമർത്തി മനുഷ്യന് ജീവിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ആഗ്രഹങ്ങളെല്ലാം അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിങ്ങലിൽ നിന്നാണ്, അതിൻ്റെ ആ ഒരു ഘനീഭൂതമായ സമ്മർദ്ദത്തിൽ നിന്നാണ് പ്രധാനമായും സൃഷ്ടികളെല്ലാം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു അനുബന്ധമാണ് ആദ്യം പറഞ്ഞ ക്ലിപ്പിൽ ഞാനിട്ടത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യ സൃഷ്ടികളുടെ ഒരു പ്രചോദന കേന്ദ്രം ഈ ആഗ്രഹങ്ങളെ തുറന്നു വിടുവാനുള്ള മനുഷ്യ മനസ്സിൻ്റെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ തനിക്ക് ജീവിതത്തിൽ സാധ്യമാവാത്തത് തൻ്റെ കലയിലൂടെ നേടിയെടുക്കുവാനുള്ള ഒരു പരിശ്രമം കലാകാരന്മാർ നടത്തുന്നതായിട്ട് കാണാം. അങ്ങനെയാണ് ഓരോരോ ഫോക്ലോർ കലാരൂപങ്ങളും അല്ലാതെയുള്ള കലാരൂപങ്ങളും ഒക്കെ മനുഷ്യർ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കഥ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ, ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണല്ലോ, ഇത് ഞാൻ അനുഭവിച്ചതാണല്ലോ, ഇത് എൻ്റേതും കൂടിയാണല്ലോ എന്നുള്ളൊരു സാത്മീകരണം, തന്മയത്വ ഭാവം നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കഥാപാത്രങ്ങളുടെ നായികന്മാർ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും അവരുടെ ആ ഭാവത്തിന് പകരം നമ്മൾ ആ ഒരു കഥാപാത്രമായി പരകായ പ്രവേശം ചെയ്യുമ്പോഴാണ് ഒരർത്ഥത്തിൽ നമ്മൾ ആ ഒരു കലാരൂപത്തെയോ സിനിമയെയോ മറ്റ് കവിതയെയോ നോവലിനെയോ ഒക്കെ നമ്മൾ സ്വീകരിച്ചു പോകുന്നത് നമ്മൾ സ്വയം അതായി മാറുന്നതിലൂടെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായ പാശ്ചാത്യ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അരിസ്റ്റോട്ടിലിൻ്റെ കോമഡി ട്രാജഡി ഡിസ്കഷനിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് കടന്നു വരുന്നുണ്ട്. പർഗേഷൻ, പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ചില തലങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വിമലീകരണം, വിരേചനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾക്ക് സൃഷ്ടിരൂപം കൊടുക്കുന്നതോട് കൂടിയിട്ട് മനുഷ്യ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ മനസ്സ് വിമലീകരിക്കപ്പെടുന്നു, പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. മനസ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അങ്ങനെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് സഹൃദയനായ വായനക്കാരനും കേൾവിക്കാരനും സംഭവിക്കുന്നത്. ഇതുപോലുള്ളൊരു വിമലീകരണം, വിരേചനം വായിക്കുന്ന ആളുകൾക്കും സംഭവിക്കുന്നു. ഒരർത്ഥത്തിൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള സമ്മർദ്ദങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കലായി അത് മാറുകയാണ് ചെയ്യുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുതന്നെയാണ് ഫോക്ലോറിലും സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്.
ഇനി രണ്ടാമത്തെ പോയിന്റായ ഫോക്കുലോർ സംസ്കാരത്തിനുള്ള സാധൂകരണം ആണ് എന്നുള്ള രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഫോക്കുലോർ സംസ്കാരത്തിനുള്ള സാധൂകരണമാണ്. അപ്പോൾ ഓരോരോ സമൂഹവും ഓരോരോ സാംസ്കാരിക ചുറ്റുവട്ടത്തിലാണ് ജീവിക്കുന്നത്. മലയാളികൾ ജീവിക്കുന്നത് ഒരു കേരളീയ സംസ്കാര പശ്ചാത്തലത്തിലാണ്. അതിൽ നിന്ന് തികച്ചും ഭിന്നമാണല്ലോ തമിഴന്മാരുടെ സംസ്കാരം. അതുപോലെ ഉത്തരേന്ത്യക്കാരുടെ സംസ്കാരം വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴേ ഇപ്പോൾ ചൈനീസ് സംസ്കാരം എത്ര വ്യത്യസ്തമാണ്, അവരുടെ ഭക്ഷണ രീതിയിലും ജീവിത സംസ്കാരത്തിലും എത്രമാത്രം വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഓരോരോ ജനതയ്ക്കും ഓരോരോ സംസ്കാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. സംസ്കാരം എന്ന് പറയുന്നത് ചുരുക്കി പറയാൻ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്: മാനവികതയുടെ ആകെ തുകയാണ്, ടോട്ടാലിറ്റിയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെതായ എല്ലാ ഘടകങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഒറ്റ വാക്കുകൊണ്ട് അതിനെ അടയാളപ്പെടും സംസ്കാരം. അതിലെല്ലാം ഉണ്ട്. മനുഷ്യൻ്റെ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, ജീവിത രീതിയുണ്ട്, അവൻ്റെ കല, എല്ലാം കൂടിച്ചേർന്ന് മനുഷ്യൻ എന്തൊക്കെയുണ്ടോ, മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെയും മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സംസ്കാരം, ഉണ്ടാക്കി വെച്ച സംസ്കാരം ഓരോരോ കാലഘട്ടം കഴിയുമ്പോഴും ചില പരിണാമങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള സംസ്കാര രീതികൾ, പഴയ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ചില ചടങ്ങുകൾ ഒക്കെ ഇന്നും നമ്മൾ പിന്തുടരുന്നുണ്ടല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന, എത്രയോ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ചില ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്നും നമ്മൾ പിന്തുടരുന്നുണ്ട്. നിലവിലുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷത്തെ അല്ലെങ്കിൽ ഒരു ചടങ്ങിനെ, ഒരാചാരത്തെ സാധാരണക്കാരായ ഭൂരിപക്ഷ ജനതയും അതിനെ അനുസരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് കാണാം. പക്ഷേ സ്വാഭാവികമായും അതിന് എതിരെയുള്ള ചില എതിർ ശബ്ദങ്ങളും ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സമുദായ പ്രകാരം ഒരുപാട് ശേഷക്രിയ ചടങ്ങുകളുണ്ട്. ആത്മാവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള സങ്കല്പം, കർക്കിടക വാവൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ എന്തിനാണ് എന്ന് ഉള്ളൊരു ചോദ്യം പുതിയ തലമുറയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുക സാധാരണമാണ്. ഒരുപാട് കാലമായി നിലനിന്നിരുന്ന വ്യവസ്ഥകളെ പുതിയ കാലഘട്ടത്തിലെ സമൂഹം ചോദ്യം ചെയ്യാൻ ഇടയുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നത് ഫോക്ക്ലോറിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഭാസ്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പുതിയ തലമുറ പഴയ രീതികളെയും സംസ്കാരങ്ങളെയും പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഉള്ള മറുപടി പറയാനുള്ള ഏറ്റവും നല്ല വഴി ഫോക്ക്ലോറാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ വിശദീകരിക്കാൻ, അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പുരാവൃത്ത കഥ അവരുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ കേരളം ഉണ്ടായത് പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് എന്ന് നമ്മളൊരു കഥയാണ്, ദേശപുരാവൃത്തം ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്കറിയാം പരശുരാമൻ മഴു എറിഞ്ഞിട്ടല്ല കേരളം ഉണ്ടായത് എന്ന് നമുക്ക് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അറിയാമെങ്കിലും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയെ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഥ, നമ്മുടേത് മാത്രമായ ഒരു ദേശസൃഷ്ടിയുടെ ഒരു കഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുരാവൃത്ത കഥ നമ്മൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഒരു നാടോടി കഥയിലൂടെ ഇങ്ങനെയാണ് ആ കഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചില ഐതിഹ്യ കഥകൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ രാമായണവുമായിട്ടും മഹാഭാരതവുമായിട്ടും പുരാണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കഥകൾ ഉണ്ടാക്കും. അപ്പോൾ ആ കഥകളെ നമ്മൾ അതേപോലെ സ്വീകരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സംശയങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആ സംശയങ്ങളെ സാധൂകരിച്ച് ഉത്തരം പറയുവാൻ ഫോക്ക്ലോറിലെ പഴഞ്ചൊല്ലുകളോ പുരാവൃത്തമോ നാടോടി കഥയോ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഭാസ്കർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഫോക്ക്ലോർ സംസ്കാരത്തിനുള്ള സാധൂകരണമാണ് എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം. വേറെ ഒരു ഉദാഹരണം കൂടി നമ്മുടെ ഫോക്ക്ലോർ എന്ന് പറയുന്ന പുസ്തകത്തിൽ രാഘവൻ പയ്യനാട് പറയുന്നുണ്ട്. അതിൽ തീയൻ എന്ന് പറയുന്ന ഒരു ജാതി വിഭാഗം ഉണ്ടായതിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ തീയൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം എന്താണ്? മലയാള ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അറിയാം. തീയൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം ചീത്ത എന്നാണ് അർത്ഥം, തീയത്, മോശമായത് എന്നാണ് അർത്ഥം. അപ്പോൾ മോശമായത് എന്നുള്ള ഒരു പ്രത്യക്ഷ അർത്ഥത്തെ നമുക്ക് മറികടക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു ജാതിയുടെ പേര് മോശമായത് എന്നുള്ള ഒരു പ്രത്യക്ഷ അർത്ഥത്തിൽ അത് വന്ന് നിൽക്കുമ്പോൾ ആ ഒരു അർത്ഥത്തെ മറികടക്കുവാൻ ചില സമൂഹങ്ങൾ, ചില സമുദായങ്ങൾ ചില വഴികൾ കണ്ടെത്തും. അങ്ങനെ അവരൊരു പുരാവൃത്ത കഥയുണ്ടാക്കും. ആ പുരാവൃത്ത കഥയിൽ തീയൻ എന്ന് പറയുന്ന പദം മോശമായത് എന്നുള്ള പ്രത്യക്ഷമായ അർത്ഥത്തിൽ നിന്ന് ദിവ്യൻ എന്നതിൻ്റെ തൽഭവം ആണ് തീയൻ എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദിവ്യൻ എന്ന സംസ്കൃത പദത്തിൻ്റെ മലയാള തൽഭവം ആണ് തീയൻ എന്നുള്ള ഒരു പുതിയ ഉത്തരത്തിലേക്ക്, സാധൂകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഫോക്ക്ലോറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ആ സമുദായം ഒരു പുരാവൃത്ത കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈഴവന്മാരുടെ ഉൽപ്പത്തിയുടെ അല്ലെങ്കിൽ തീയന്മാരുടെ ഉൽപ്പത്തിയുടെ കഥയായിട്ട് മാറുന്നു. ശിവൻ സ്വർഗത്തിൽ നിന്ന് കാട്ടാളനായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു, കള്ള് കുടിക്കുന്നു, മാംസം കഴിക്കുന്നു, പ്രാകൃതൻ്റെ രീതിയിൽ പെരുമാറുന്നു,
വളരെ എളുപ്പത്തിൽ അദ്ദേഹം കോപാന്തനാകുന്നു. അങ്ങനെ കോപാന്തനാകുന്നതിൻ്റെ ഒരു കാര്യവും കൂടി അതിന് അനുബന്ധമായിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ പ്രാകൃതനായി പെരുമാറുന്ന ശിവൻ മാംസഭക്ഷണം കഴിക്കുകയും കള്ള് കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കള്ള് ശിവനെ കെട്ടിയിരുന്നത് പണ്ട് കാലത്തൊക്കെ തെങ്ങിൽ നിന്ന് കള്ള് കെട്ടിയിരുന്നത് പ്രകൃതിയാൽ തന്നെയായിരുന്നു. തെങ്ങിൻ്റെ കീഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒഴുകുകയായിരുന്നു, വേരിൽ നിന്ന് ഒഴുകുന്ന ഒരു ഒന്നായിരുന്നു കള്ള് എന്നാണ് പറയുന്നത്. വേരിൽ നിന്ന് കള്ള് ഒഴുകുമ്പോൾ ആ കള്ള് എന്താണ് ശിവൻ കോരിക്കുടിക്കുന്നു. അപ്പോൾ ഇത് പാർവതിയെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ പാർവതി എന്ത് ചെയ്തു? കീഴേ നിന്ന് എളുപ്പം കോരി കുടിക്കാവുന്ന കള്ളിനെ പാർവതി, ഇദ്ദേഹം ഒരു മദ്യപാനി ആയതുകൊണ്ട് ഈ കള്ളിനെ പാർവതി എന്ത് ചെയ്തു? പാർവതി സംസ്കാര സമ്പന്നയാണ്, കള്ള് കുടിക്കില്ല, മാംസഭക്ഷണം കഴിക്കുകയില്ല. അപ്പോൾ പ്രാകൃതന്മാർ എന്താണ് മാംസം കഴിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും. അപ്പോൾ പാർവതി സ്വാഭാവികമായി എന്ത് ചെയ്തു? പാർവതി ഈ കീഴ്ഭാഗത്തുള്ള കള്ളിനെ തെങ്ങിൻ്റെ കുലയിലേക്ക് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിച്ചു. അപ്പോൾ അങ്ങനെ വേരിൽ നിന്ന് പൂവിലേക്ക് മാറുകയാണ് കള്ള് എന്ന് പറയുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയം. അങ്ങനെയാണ് പൂങ്കുലയിലേക്ക് മാറിയത് എന്ന് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ കള്ള് കിട്ടാതായതോടുകൂടി ശിവൻ പ്രകോപിതനായി. ശിവൻ എന്താണ് ദേഷ്യം പിടിച്ചു സ്വന്തം തുടയിലടിച്ചു. അങ്ങനെ തുടയിലടിച്ചപ്പോഴും ഉണ്ടായ ഒരു മനുഷ്യനാണ് ദിവ്യൻ എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ദിവ്യൻ എന്ന് പറയുന്നത് പിന്നീട് അയാൾ തെങ്ങിൽ കയറി തെങ്ങിൻ പൂക്കുലയിൽ നിന്ന് കുടത്തിൽ കള്ള് ശേഖരിക്കുന്ന ഒരു വിഭാഗമായി മാറുകയും ഒരു ജാതിയായി മാറുകയും ഒരു സമുദായമായി മാറുകയും ആ ദിവ്യൻ എന്ന് പറയുന്ന ആ പദം തീയൻ എന്ന് പറയുന്ന പദത്തിലേക്ക് പിന്നീട് മാറ്റപ്പെടുകയും ആണ് ചെയ്തത്. യഥാർത്ഥത്തിൽ തീയൻ അല്ല, ദിവ്യൻ ആണ്. അതിന് ശിവനുമായിട്ടുള്ള ഒരു പ്രചനക ബന്ധമുണ്ട് എന്ന് ആ പുരാവൃത്ത കഥയിലൂടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ സമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക്, സമൂഹം കൽപ്പിക്കുന്ന ചില വിലക്കുകൾക്ക്, സമുദായത്തിൻ്റെ ചില അവഹേളനങ്ങൾക്ക് മറുപടി പറയാൻ ഫോക്ലോറിലെ പുരാവൃത്ത കഥകളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും പഴഞ്ചൊല്ലുകളും കൊണ്ടാണ് നമ്മളതിനെ സാധൂകരിക്കുന്നത്. അങ്ങനെ സാധൂകരിക്കാൻ, നമ്മുടെ സംസ്കാരത്തെ സാധൂകരിക്കാൻ ഉള്ള ഒരു ഉപാധിയായിട്ട് ഫോക്ലോറിനെ ഉപയോഗിക്കുക എന്നുള്ളതും ഫോക്ലോർ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി നമുക്ക് മനസ്സിലാക്കാം.